ചെമ്പകം പൂക്കുന്ന താഴ്വരയിൽ ഭാഗം 20. ചേച്ചി ഉറങ്ങുന്നില്ലേ? ടേബിൾ ലാമ്പിന്റെ വെളിച്ചത്തിൽ പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന മീരയോട് മീനു ചോദിച്ചു. ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാ, കുറച്ച് വായിച്ചിട്ട് കിടക്കാമെന്ന് കരുതി. പക്ഷെ വായിച്ചു തുടങ്ങിയപ്പോൾ നിർത്താൻ കഴിയുന്നില്ല. വളരെ നല്ല സ്റ്റോറി. ഏത് പുസ്തകമാണ് ചേച്ചി? PT അംബികയുടെ നിമിഷം. ഭർത്താവ് മരിച്ചുപോയ 40-45 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ വൈകാരികമായ നിമിഷങ്ങളൊക്കെയാ. പക്ഷെ വായിച്ചിരിക്കാൻ കൊള്ളാം, നല്ല എഴുത്ത്. നീ എന്താ ഉറങ്ങാത്തത്? മീര ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ കാർത്തിക് സാറിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. കാർത്തിക് സാറിനെ പറ്റി എന്താ ഇത്രയും ആലോചിക്കാൻ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് എന്തായിരുന്നു ഗൗരവം? എനിക്കൊന്നും മനസ്സിലായില്ല എന്നാണോ ചേച്ചി വിചാരിച്ചത്? മീനു പറഞ്ഞത് കേട്ട് മീര അലസഭാവത്തിൽ, എന്ത് ഗൗരവം? എനിക്കൊരു ഗൗരവം ഉണ്ടായിരുന്നില്ല. രഞ്ജിത്തിന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ടെൻഷൻ, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പുസ്തകം മടക്കി വെച്ച് കൈവെള്ളിയിലെ ചെമ്പകപ്പൂക്കളെ മണത്തു. ചേച്ചി എന്നെ പൊട്ടിയാക്കൊന്നും വേണ്ട. വൈകുന്നേരം ഞാൻ കാർത്തിക് സാറിന്റെ നാടകത്തെപ്പറ്റി ചോദിച്ചപ്പോഴല്ലേ ചേച്ചിയുടെ ഗൗരവം മാറിയത്. ചേച്ചി സാറിന്റെ നാടകത്തിന് വീഡിയോസ് അയച്ചത് മുതൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കാതിരുന്നത് മനഃപൂർവ്വമായിരുന്നു. ചേച്ചിയുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. സത്യം പറയേണ്ട ചേച്ചി, ചേച്ചിക്ക് എവിടെയോ ഒരു ഇഷ്ടം സാറിനോടില്ലേ? മീര മറുപടി ഒന്നും പറയാതെ ആ ചെമ്പകപ്പൂക്കളെ തന്നെ നോക്കി. പറയ് ചേച്ചി, ചേച്ചിക്ക് സാറിന് ഇഷ്ടമല്ലേ? മീനു മീരയുടെ അരികിൽ ചെന്നിരുന്ന് ചോദിച്ചു. സാറിനോട് സംസാരിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് കരുതി നീ അതിനെ ഇങ്ങനെ വളച്ചൊടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മീര കട്ടിലിൽ പോയി കിടന്നു. ചേച്ചി സമ്മതിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ ഒരു ഇഷ്ടം ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്, അതുറപ്പാ എന്ന് പറഞ്ഞ് മീനു മീരയോടൊപ്പം പോയി കിടന്നു. തുടങ്ങി ജ്യോതിഷി പ്രവചനം നടത്താൻ. ജ്യോതിഷിയുടെ പ്രവചനമൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല, നമുക്ക് നോക്കാം എന്ന് മീനു പറഞ്ഞു. ചെമ്പകപ്പൂക്കളുടെ ഹൃദ്യമായ സുഗന്ധം ആസ്വദിച്ച് മീര ഉറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങി. നേർത്ത വിരലുകൾ കൊണ്ട് ആത്മാവിനെ തൊട്ടുണർത്താൻ ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് നിന്ന് ഒരു സ്വപ്നം പോലെ ഇനി നിനക്ക് കടന്നു വരാം. ഓരോ വരികൾക്കിടയിലൂടെയും അതിൻ്റെ ആത്മാവിനെ സ്പർശിച്ചുകൊണ്ട് വായനയിൽ മുഴുകിയിരിക്കുന്ന മീരയുടെ മുന്നിലേക്ക് ഒരു കൈക്കൊമ്പിൾ നിറയെ ചെമ്പകം കാർത്തിക് ഇട്ടുകൊടുത്തു. പുസ്തകത്തിന് മുകളിൽ ചെമ്പകം വീണതും ഒരു ചെറു പുഞ്ചിരിയോടെ മീര തലയുയർത്തി കാർത്തികിനെ നോക്കിക്കൊണ്ട്, ഇന്നെന്താ വൈകിയല്ലോ, എവിടെയായിരുന്നു? ഈ പൂക്കൾ അന്വേഷിച്ച് നാടായ നാടും വീടായ വീടും അലയുകയായിരുന്നു. കാർത്തികിന്റെ മറുപടി കേട്ട് മീര ചിരിച്ചു. എന്നിട്ട് ഇത്രയേ കിട്ടിയുള്ളൂ? മീര ചോദിച്ചു. എന്താ പോരെ, ഇനിയും വേണോ? ചെമ്പകപ്പൂക്കൾ കൊണ്ടൊരു വസന്തം തന്നെ എനിക്ക് വേണം. ശ്രമിക്കാം. ഒന്ന് ആലോചിച്ചുകൊണ്ട് കാർത്തിക് പറഞ്ഞു. പുതിയ വീട്ടിലേക്ക് താമസം മാറിയോ? കാർത്തിക് തലയാട്ടി. പിന്നെ മീരയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? മീനു, വന്യമ്മ അവർക്ക് സുഖമായിരിക്കുന്നോ? കാർത്തിക് ചോദിച്ചു. എല്ലാവർക്കും സുഖം. മീനുദാ ഇപ്പൊ വരും. പിന്നെ രഞ്ജിത്ത് ഇന്ന് കാലത്തും തിരിച്ചുപോയി. ഓ, രഞ്ജിത്ത് പോയോ? നമുക്കൊരുമിച്ച് മൂസാക്കാന്റെ ചായക്കടയിൽ പോകണമെന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. രഞ്ജിത്ത് വിളിക്കുമ്പോൾ ഞാൻ അന്വേഷിച്ചിരുന്നെന്ന് പറയണേ. പറയാം. അവൻ എന്നോടും പറഞ്ഞിരുന്നു മൂസാക്കാൻ്റെ അവിടെ പോകണമെന്നൊക്കെ. പക്ഷേ അവൻ കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ചെയ്തു തീർക്കാൻ തിരക്കിലായിരുന്ന കാരണം ഇനി വന്നിട്ടാകാമെന്ന് പറഞ്ഞു. നിങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളാണല്ലേ? രഞ്ജിത്ത് പറഞ്ഞിരുന്നു നിങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച്. രഞ്ജിത്ത് സംസാരിക്കുന്നതിൽ കൂടുതൽ മീരയെക്കുറിച്ചായിരുന്നു. ഞങ്ങൾ കുട്ടിക്കാലം തൊട്ടിയുള്ള ചങ്ങാത്തമാണ്. അവൻ എനിക്ക് വെറുമൊരു സുഹൃത്ത് മാത്രമല്ല. അവൻ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാകില്ലായിരുന്നു. 4 വയസ്സുവരെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അച്ഛൻ അവിടെ ബാങ്കിലായിരുന്നു ജോലി. അമ്മയുടെ നാടാണ് ഇവിടെ. ഇവിടെ വല്യമ്മയ്ക്ക് മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ വെക്കേഷനും വല്യമ്മയും വല്യച്ഛനും ഞങ്ങൾ വരുന്നതും കാത്തിരിക്കും. വല്യച്ഛൻ്റെ റിലേഷനിലുള്ള ബാലമാമിയുടെ മകനാണ് രഞ്ജിത്ത്. ഞങ്ങൾ വെക്കേഷന് വരുമ്പോൾ ഞങ്ങളോടൊപ്പം കളിക്കാൻ വരും. അങ്ങനെ ഒരു വെക്കേഷന് ഞങ്ങൾ ഇവിടെ വന്നതാ. പിന്നെ തിരിച്ചു പോകാനായി അവിടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. കാർ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ മീര ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. അച്ഛൻ്റെ വീട്ടുകാർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഞങ്ങൾക്ക് ഇവിടെയായിരുന്നു കൂടുതൽ ഇഷ്ടം. പിന്നെ ഞങ്ങളെ ഇവിടെ രഞ്ജിത്തിനോടൊപ്പം സ്കൂളിൽ ചേർത്തു. ഞാൻ 1-ലും അവൻ 3-ലും, ചേച്ചി 7-ലും ആയിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് രഞ്ജിത്ത് എൻ്റെ സുഹൃത്താണോ സഹോദരനാണോ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അത്രയും കരുതലായിരുന്നു അവൻ എന്നോട്. എനിക്ക് ചെമ്പകം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് മുതൽ അവൻ എവിടെ നിന്നെങ്കിലും ഒരു പൂവെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് തരും. എൻ്റെ ആദ്യത്തെ ചെമ്പക ഡീലർ. മീര നേർത്ത മന്ദഹാസത്തോടെ ആ നിമിഷങ്ങൾ ഓർത്തു. പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ വല്യമ്മയ്ക്ക് മീനു ഉണ്ടായി. പിന്നെ ഞങ്ങളോടൊപ്പം അവളുമായി. മീരയുടെ ചേച്ചി എന്തിനായിരുന്നു? കാർത്തിക് മുഴുവിക്കാതെ ചോദിച്ചു. രഞ്ജിത്ത് പറഞ്ഞിരുന്നു അല്ലേ? മീര ചോദിച്ചു.
ഈ ഭാഗം ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.